അവിടുത്തെ ആളുകളെ ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലും. എന്തിന്? നിങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നരകത്തിലാക്കി നിങ്ങളെ കൊണ്ട് റെജീം ചേഞ്ച് ഞങ്ങൾ സമരം ചെയ്യിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകമല്ലേ സത്യത്തിൽ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 79 ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഇടപെട്ട വർഷങ്ങളിലെല്ലാം കനത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 8-9 തവണ ശ്രദ്ധേയമായ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആർക്കെതിരെ? ഇവരുടെ ബാങ്കിങ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട്, എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട്, വിദേശ ആസ്തികൾ എല്ലാം മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രാജ്യത്തിന് ബെറ്റർ ലൈഫ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ലോകം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വളരെ പരിമിതമായ ഒരു വ്യവസ്ഥയ്ക്കകത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണണം. അപ്പം എന്തുകൊണ്ട് അപ്പോൾ ഈ അവിടുത്തെ ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം പറയേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ്. ലോകത്തെല്ലാവർക്കും തുല്യമായ അവകാശത്തോടെ സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ രാജ്യത്തും ഓരോ കൈൻഡ് ഓഫ് ഭരണകൂടങ്ങളാണ്. ചില സ്ഥലത്ത് ഈ പറഞ്ഞ മൊണാർക്കി ഭരണകൂടങ്ങളുണ്ട്, ചില സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുണ്ട്, ചിലയിടത്ത് റഷ്യയിലെ പുട്ടിനെ പോലുള്ള ഭരണകൂടമുണ്ട്. ഭരണകൂടം ഏതായിരുന്നാൽ തന്നെയും സ്വതന്ത്രമായി ഓപ്പറേറ്റ് ചെയ്യാൻ, സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുന്ന സ്വാതന്ത്ര്യം മിക്കവാറും രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ലോകം, അല്ലെങ്കിൽ അമേരിക്ക. കാരണം നിങ്ങളുടെ ഭരണകൂടം ഇതാണ്. ആ ഭരണകൂടം 79 വിപ്ലവത്തിലൂടെ വന്നതാണ്. അവിടുത്തെ ആൾക്കാരുടെ ചോയ്സാണോ? അപ്പോൾ അവിടുത്തെ ആളുകളെ ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊല്ലും. എന്തിന്? നിങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നരകത്തിലാക്കി നിങ്ങളെ കൊണ്ട് റെജീം ചേഞ്ച് ഞങ്ങൾ സമരം ചെയ്യിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ലോകമല്ലേ സത്യത്തിൽ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 8-9 തവണ ഗുരുതരമാംവിധമുള്ള ഉപരോധങ്ങൾ നേരിട്ട ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? ഏറ്റവും അവസാനം ജൂണിലെ അറ്റാക്ക് നമ്മൾ കണ്ടാണ് ഇസ്രായേൽ നടത്തിയത്. ചെറിയൊരു ആക്രമണമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ഭാരമെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് എന്ന് കാണണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രംപ് പറയാണ് ഇതിനെ അടിച്ചമർത്താനല്ല അവർ പൂർണ്ണം, അവരതിനെ സമവായത്തിന് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആ പണി എന്താണ് വരാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട്. സമവായത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ പരിധി വിട്ടു പോകുന്ന സംഗതികളെ അടിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് കേൾക്കുന്ന ഈ പറയുന്ന പോലെ ഷാ ഭരണകൂടം തിരിച്ചു വരണം എന്നുള്ള മുദ്രാവാക്യങ്ങളൊന്നും ജെന്യുവിനായിട്ടല്ല അവർ കാണുന്നത്. ആർക്കും അങ്ങനെ കാണാനും പറ്റില്ല. അപ്പോൾ ട്രംപ് പറയുകയാണ് നിങ്ങളതിനകത്ത് പരിധി വിട്ടു പോയാൽ ഞങ്ങൾ ഇടപെടും എന്ന്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സൂചന വ്യക്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയാണ് രാജ്യങ്ങൾക്കകത്ത് ഇടപെടുന്നതെന്ന്. ചുമ്മാ ഒരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ ഏതൊക്കെ രാജ്യങ്ങൾ, ഇപ്പോൾ ലിബിയയിൽ അല്ലെങ്കിൽ സിറിയയിൽ എവിടെല്ലാം അമേരിക്ക ആഭ്യന്തരമായ കലഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റെജീം ചേഞ്ചിന് അവർ ചെയ്യുന്ന ഒരു പണി അതാണ്. ഈ യുക്രൈനിൽ സെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമഡി TV അവതാരകൻ എങ്ങനെയാണ് പ്രസിഡന്റ് ആയത്? അവിടുത്തെ അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച് എന്തെല്ലാം തരത്തിലുള്ള തിയറീസ് നമുക്ക് വായിക്കാൻ പറ്റും. അവിടെ വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ 2014 മുതൽ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു എതിരാളിയായിട്ട് ജനങ്ങളുടെ സേവകൻ എന്ന നിലയ്ക്കുള്ളൊരു ബിംബമായിട്ട് സെലൻസ്കി മാറുന്നു. ആ സെലൻസ്കി അവിടെ പ്രസിഡന്റായി വരുന്നു. ആ സെലൻസ്കി പ്രസിഡന്റായ ഉടനെ സെലൻസ്കിയുടെ നിലപാട് നാറ്റോയിൽ ചേരണമെന്നതായി മാറുന്നു. നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാറ്റോയുടെ ആയുധം അണുവും പോലെ എവിടെ കൊണ്ടുവയ്ക്കുക? എവിടെ? റഷ്യയുടെ തൊട്ടടുത്ത്.